നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അമേരിക്കൻ സന്ദർശനം നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ട്രംപുമായും അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റു ചില രാഷ്ട്രീയ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള സൈനിക മേധാവിയും പാക് പ്രധാനമന്ത്രിയും പലപ്പോഴും ഇരുവരും ഒരുമിച്ചും അല്ലാതെ ഒറ്റയ്ക്കും ട്രംപുമായി പലപ്പോഴായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. പല നിർണായക നീക്കങ്ങളും അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ എടുക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും ചില സൂചനകളും ട്രംപ് തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും അമേരിക്ക സന്ദർശിച്ചപ്പോൾ വളരെ അമൂല്യമായിട്ടുള്ള ചില വസ്തുക്കൾ, വജ്രങ്ങൾ പോലുള്ള ഒരു അമൂല്യ വസ്തുക്കൾ ട്രംപിന് സമ്മാനിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു നീക്കമാണ് പാകിസ്ഥാൻ നടത്താൻ പോകുന്നത്. കുറച്ചു കാലങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനെ വീണ്ടും അതിൻ്റെ അടിത്തറ ഒന്നും കൂടി പാവുകയാണ് പാകിസ്ഥാൻ. പലപ്പോഴും പാകിസ്ഥാനിൽ നിന്നുള്ള പല പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളും ഇന്ത്യ ചിലതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിലും ചിലതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യ നൽകാറുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന്റെ വലിയൊരു നീക്കം ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അറബിക്കടലിലാണ് നിർണായക നീക്കവുമായി പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ സുജാവലിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ കടലിൽ കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായി ഒരു ഗൾഫ് മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശക്തമായ തിരമാലകളെ പോലും ചെറുക്കും വിധം 6 അടിയിലേറെ ഉയരത്തിലാകും ദ്വീപ്. ഇതിനായി അബുദാബിയിലെ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിനെ പ്രയോജനപ്പെടുത്തിയ തരം അത്യാധുനിക ഡ്രില്ലിംഗ് മെഷീനുകളും ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനോട് ചേർന്ന് കടലിൽ എണ്ണ ശേഖരമുണ്ടെന്ന് കരുതുന്ന പ്രദേശത്ത് 25ലേറെ എണ്ണക്കിണറുകൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് കൃത്രിമ ദ്വീപ് നിർമ്മാണം. പാകിസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. അടുത്ത വർഷം ആദ്യത്തോടെ പ്രവർത്തന സജ്ജമാക്കാനാണ് ശ്രമം. പാകിസ്ഥാന്റെ എണ്ണ ശേഖരം വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന് അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വാഗ്ദാനം ചെയ്തിരുന്നു. US കമ്പനികൾ ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പ്രവർത്തനവും തുടങ്ങിയേക്കും. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഏകദേശ ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യക്ക് എണ്ണ വിറ്റഴിച്ചേക്കാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പാകിസ്ഥാനിൽ 353.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ എണ്ണ ശേഖരത്തിൽ നിന്ന് വാണിജ്യ ഖനനം ആരംഭിക്കണമെങ്കിൽ ലക്ഷം കോടിയിലേറെ രൂപ വേണ്ടിവരും. ഖനനം വാണിജ്യാടിസ്ഥാനത്തിൽ നടത്താൻ ഒട്ടേറെ വർഷങ്ങളും എടുക്കും. എണ്ണ ശേഖരമുണ്ടെന്ന് ഇതുവരെ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുമില്ല. അതേസമയം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാനെ ട്രംപിന്റെ ഓഫർ രാഷ്ട്രീയമായി ആശ്വാസമാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ ഭാഗമായ കടലിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് എണ്ണ ശേഖരമുണ്ടെന്ന് കരുതുന്നത്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ വാദം ഉന്നയിക്കുന്നവർ ട്രംപിന്റെ ഓഫറിനെതിരെ രംഗത്ത് വന്നിരുന്നു. എണ്ണശേഖരം പാകിസ്ഥാന്റെ അല്ലെന്നും സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ ആണെന്നും അവർ വാദിക്കുന്നു. മാത്രമല്ല, ബലൂചിസ്ഥാന്റെ സമ്പത്ത് വെച്ച് പാകിസ്ഥാൻ സർക്കാരും സൈനിക മേധാവിയും വിലപേശലുകൾ നടത്തുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു. അസീം മുനീറിന്റെ ബിസിനസ് പദ്ധതികൾ ഇപ്രകാരമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ ഉലച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്തത് താനാണെന്ന വാദവുമായി ഇതിനിടെ ട്രംപും മുന്നോട്ട് വന്നിരുന്നു. ഈ വാദത്തെ പിന്തുണച്ച പാകിസ്ഥാൻ പിന്നാലെ US-മായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളുമാണ് നടത്തിയത്. ഇതിലൊന്നായിരുന്നു എണ്ണ പരിവേഷണത്തിലെ സഹകരണം. പുറമെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന അപൂർവ ധാതുക്കൾ US-ന് വിൽക്കാനുള്ള നീക്കങ്ങളുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ നേരിട്ട് രംഗത്തിറങ്ങിയിരുന്നു. ഇതെല്ലാം തന്നെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ്. വൈറ്റ് ഹൗസിൽ ട്രംപുമായി മുനീർ പലവട്ടം കൂടിക്കാഴ്ചയും നടത്തി. പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ US സഹായിക്കണമെന്ന അഭ്യർത്ഥന വൈറ്റ് ഹൗസിൽ ട്രംപുമായുള്ള അത്താഴ വിരുന്നിൽ അസീം മുനീർ മുന്നോട്ട് വെച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ US സഹായിക്കുമെന്ന് വ്യക്തമാക്കിയത്.
ട്രംപിന്റെ കുടുംബത്തിന് ബന്ധമുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ കറൻസി സ്ഥാപനത്തിനും പാകിസ്ഥാനിൽ ബിസിനസ് പ്രവർത്തനങ്ങളുണ്ട്. ദ്വീപിന്റെ നിർമ്മാണം ഫെബ്രുവരിയിൽ പൂർത്തിയാകും. അതിനുശേഷം പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും പലേക്കർ പറഞ്ഞു. ഏകദേശം 25 കിണറുകൾ കുഴിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ വിറ്റോളും സിനർജിക്കോയും കപ്പൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി വളരെ കുറഞ്ഞ സൾഫർ ഇന്ധന എണ്ണ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കയറ്റുമതി എത്തിച്ചതായും ആഗോള വ്യാപാര സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ലോ സൾഫർ നിയമങ്ങൾ പാലിക്കുന്ന സിനർജിക്കോയുടെ ആദ്യത്തെ വലിയ തോതിലുള്ള ഇന്ധന ബാച്ചിൽ നിന്നാണ് ഈ കയറ്റുമതി. ഈ വർഷം ആദ്യം US ക്രൂഡ് ഓയിൽ കാർഗോ ഇറക്കുമതി ചെയ്തതിനു ശേഷമാണ് കമ്പനി ഇത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. പാകിസ്ഥാനിൽ ഇന്ധനം നിറയ്ക്കുന്ന വലിയ കപ്പലുകൾക്ക് മറ്റെവിടെയും നിർത്താതെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ ഈ നീക്കം പ്രാപ്തമാക്കും. അതേസമയം രാജ്യത്തിന്റെ പരിസ്ഥിതി സൗഹൃദ സമുദ്ര ഇന്ധനത്തിന്റെ ശക്തമായ പ്രാദേശിക വിതരണവും നൽകും. പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ തേടുകയാണ്. ബലൂചിസ്ഥാനിലെ പസ്നി തുറമുഖം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപൂർവ മൂലകങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി അയക്കാൻ പറ്റുന്ന വാണിജ്യ തുറമുഖമായി പസ്നിയെ മാറ്റാമെന്നാണ് ഓഫർ എന്ന് ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ അപൂർവ മൂലകങ്ങളുടെ ആദ്യ ബാച്ച് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് കയറ്റി അയച്ച വാർത്തയും എത്തി. 2 ദശകത്തോളം നീണ്ടുനിന്ന ശൈത്യത്തിന് ശേഷമാണ് പാകിസ്ഥാനും US വീണ്ടും അടുക്കുന്നത്. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കയ്യിലുള്ള തന്ത്രങ്ങളെല്ലാം പയറ്റുകയാണ് സംഘര ഭരണകൂടമെന്ന് സൈന്യവും ജനാധിപത്യ സർക്കാരും പാകിസ്ഥാൻ തന്നെ വിശേഷിപ്പിക്കുന്ന ഭരണകൂടവും. പാകിസ്ഥാനുമായി അമേരിക്കൻ ആയുധ കൈമാറ്റത്തിനുള്ള വഴിയും തുറക്കുകയാണ്. തങ്ങളിൽ ആർക്കെങ്കിലുമെതിരെ ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കാനുള്ള കരാർ സൗദി അറേബ്യയുമായി ഒപ്പിട്ട പാകിസ്ഥാനെ അമേരിക്ക ആയുധങ്ങൾ കൂടുതൽ മനോബലം നൽകും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ദക്ഷിണേഷ്യയിലെ ശാക്തിക ബലാബലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠാജനകമാണ് എന്ന് പറയാനാവില്ല. സാമ്പത്തിക രംഗത്ത് വലിയ പരിക്കില്ലാതെ പിടിച്ചു നിൽക്കാനും പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിനിടെ വാഷിംഗ്ടണിൽ ട്രംപിന്റെ മൂക്കിന് കീഴെ ബ്രിക്സ് രാജ്യങ്ങളുടെ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യ രാജ്യ താൽപര്യങ്ങൾ ആർക്കു മുന്നിലും അടിയറ വയ്ക്കില്ലെന്ന് പലകുറി പ്രഖ്യാപിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതും റഷ്യ ചൈന ഇന്ത്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ മുൻകൈയെടുത്തതും ഇപ്പോൾ രൂപയിൽ അധിഷ്ഠിതമായ കടപ്പത്രം ബ്രിക്സ് പിന്തുണയുള്ള ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പ്രഖ്യാപിച്ചതൊക്കെ ആ നിലപാടിന്റെ സ്ഥിരീകരണമാണ്. അമേരിക്കയ്ക്ക് ദഹിക്കില്ലെങ്കിലും പുനരാരംഭിച്ച അമേരിക്കൻ ബാന്ധവം വീണ്ടും സാഹസങ്ങൾക്ക് മുതിരാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ പാക് അധീന കശ്മീരിലും ബലൂചിസ്ഥാനിലും മറ്റും നടക്കുന്ന വമ്പൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്കിടെ അവർക്കതിന് സമയം കമ്മിയായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭീഷണിയെ വകവയ്ക്കാത്ത ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ വളഞ്ഞ വഴികൾ പയറ്റിക്കൂടാ എന്നില്ല. പക്ഷേ അതിനെല്ലാം തന്നെ ഒരു മുഴ മുന്നേ എറിഞ്ഞു തന്നെയാണ് ഇന്ത്യയുടെ പല നീക്കങ്ങളും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം പലപ്പോഴായിട്ട് പല പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴും കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പും ഇന്ത്യ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് പിന്നാലെ ഭയക്കുന്ന തരത്തിലുള്ള ഒരു ഭയവും ഇന്ത്യക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.